ഇന്ന് ഞാനൊരു പപ്പായത്തോരനാണ് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാദാ വലിപ്പമുള്ളൊരു പപ്പായയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില, 2 ചെറുള്ളി, അത് ഞാൻ നടുവെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ 3 വെളുത്തുള്ളി, ഒരു കാന്താരി, ചെറു കാന്താരിയാണ്, അതൊരു 6 എണ്ണം. പിന്നെ സാദാ ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ, അതിൻ്റെ പകുതി ഉള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി. ഞാൻ പിന്നെ ഒലിവ് ഓയിൽ ഒഴിച്ചാണ് വെക്കാറ്. ഒലിവ് ഓയിൽ. പിന്നെ കടുക്. ആദ്യം നമുക്ക് ഈ തേങ്ങയും കാന്താരിയും ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്നിച്ച് ജാറിനകത്തിട്ട് ഒതുക്കിയെടുത്താൽ മതി. അരഞ്ഞു പോകണ്ട, ചെറുതായിട്ട്. ആദ്യം ഞാൻ അത് ഒതുക്കിയെടുത്തിട്ട് വരാം. ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിടാം. 1/4 ടീസ്പൂൺ കടുക് മതി. ഫ്ലെയിം കുറച്ച് വയ്ക്കാം. നമുക്ക് കറിവേപ്പില 2 ഇടാം. ഒതുക്കിയ തേങ്ങ, കറിവേപ്പിലയും പച്ചമുളകും ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒതുക്കിയതാണ്. അതിടാം. കളക്കി കൊടുക്കാം. ഈ തേങ്ങ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഒതുക്കിയത്. അപ്പോൾ തേങ്ങയുടെ വെള്ളം ചെറുതായിട്ടൊന്നായി വരുമ്പോൾ നമുക്കൊന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് പറ്റിയാൽ മതി. 2 മിനിറ്റ്. അത് കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇടാം. ഇനി നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഉപ്പിട്ടിട്ട് കൊടുക്കണം. നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് മാർക്ക് വന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മൊത്തത്തിലൊന്നുകൂടെ ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇത് എണ്ണയിലാണ് വെന്ത് വരുന്നത്. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും താഴ്ത്ത് വേണം വയ്ക്കാൻ. സിമ്മിലിട്ടാൽ മതി. നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലേശം അടിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. തോരൻ റെഡിയായി.
ഈ സിമ്മ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.